വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന സിനിമയുടെ കഥ പറയുന്ന രണ്ടാം ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വിഷ്ണു വൈകാതെ ആശുപത്രിയിൽ എത്തിക്കപ്പെട്ടു. വിഷ്ണുവിന്റെ അവസ്ഥയിൽ ഏവരും പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. രാധാകൃഷ്ണന് പോലും താൻ കാരണമാണല്ലോ മകൻ ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്ന് കുറ്റബോധം തോന്നി. വേദനയോടെ അവന്റെ കൂട്ടുകാരും കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് തോമാച്ചനും മൂസയുടെ വാപ്പയും വരുന്നത്. രാധാകൃഷ്ണനോട് എങ്ങനുണ്ടെന്ന് ചോദിച്ചതും ഇമോഷണലായ രാധാകൃഷ്ണൻ പറഞ്ഞു, നന്നായിട്ട് പഠിക്കുന്ന കൊച്ചായിരുന്നു. ഇവന്മാരുടെ തലവട്ടം എന്ന് കണ്ടോ, അതോടെ അതൊക്കെ തീർന്നു. കൂടെ കൂടി നശിക്കണ്ടെന്ന് കരുതിയ അവിടെ കൊണ്ടാക്കിയത്. അവിടെ കുറച്ച് ജീവൻ കൂടി ബാക്കിയുണ്ട്. അകത്ത് നിന്ന് അതുകൂടെ അങ്ങ് തീർത്തേക്കാൻ പറ അവന്മാരോട്. രാധാകൃഷ്ണൻ വേദനയോടെ കരഞ്ഞത് പറഞ്ഞതും തോമാച്ചനും മറ്റും വലിയ ദേഷ്യം വന്നു. തോമാച്ചൻ അജോയ്ക്ക് നേരെ ചെന്നുകൊണ്ട് പറഞ്ഞു, നീയോ നശിച്ചു, മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിച്ചല്ലോടാ. ഞാൻ അല്ല പപ്പ എന്നൊക്കെ പറഞ്ഞ് അവൻ കരഞ്ഞു പറയാൻ നോക്കിയെങ്കിലും ദേഷ്യം വന്ന തോമാച്ചൻ അവിടെ ടജോയെ തല്ലി അവിടെ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്തു. അത് കണ്ട് മറ്റു കൂട്ടുകാരൻ കരഞ്ഞിരുന്നു. തന്റെ കൂട്ടുകാരന് പറ്റിയ അവസ്ഥ അവരെ ഏവരെയും ദുഃഖിപ്പിച്ചു. അവരൊക്കെയും വേദനയോടെ കരഞ്ഞിരുന്നു. 5 കൂട്ടുകാരും 5 വഴിക്കായി പിരിഞ്ഞ പോലായി. വീടുകളിൽ മാത്രം അവർ അടച്ചിരുന്നു. മക്കളുടെ വേദന അച്ഛന്മാരും നോക്കിക്കണ്ടിരുന്നു. അവർക്കും ദുഃഖം തോന്നി. വിവരമറിഞ്ഞ് അവരാരെയും കാണാതെ ഹാഷിറും സംഘവും പോലും ദുഃഖിച്ചിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് വിഷ്ണു സുഖപ്പെട്ടു വന്നു. അവനെ വാർഡിലേക്ക് മാറ്റി. അവനിനി പഠിച്ചോളും എന്നൊക്കെ രാധിക അങ്ങോട്ടേക്ക് വന്ന രാധാകൃഷ്ണനോട് പറഞ്ഞു. അവനെ നിർബന്ധിക്കണ്ട, അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നായിരുന്നു രാധാകൃഷ്ണൻ പറഞ്ഞത്. പിന്നീട് അവർ കൂട്ടുകാർക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റിയിരുന്നില്ല. ഒടുവിൽ അവസാന വർഷ എക്സാമും എത്തി. പ്ലാസ്റ്റർ ഇട്ട് തൊങ്ങിയായിരുന്നു എക്സാം എഴുതാൻ വിഷ്ണു വന്നത്. അന്നും ജനലിലൂടെ മാത്രമായിരുന്നു അവർക്ക് വിഷ്ണുവിനെ കാണാൻ പറ്റിയത്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ബിടെക് എക്സാം റിസൾട്ട് വന്നു. അവരെല്ലാവരും തന്നെ എക്സാമിൽ പരാജയപ്പെട്ടിരുന്നു. അച്ഛനെ പേടിച്ച് വിഷ്ണു ആ വിവരം ആദ്യം പറഞ്ഞത് കൊച്ചച്ഛനോടായിരുന്നു. കൊച്ചച്ഛൻ രാധാകൃഷ്ണന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ചേട്ടൻ ഇങ്ങനെ വഴിപാട് നടത്തിയിട്ടും അവനെ പേടിപ്പിച്ചിട്ടും കാര്യമില്ല. അവൻ പഠിച്ചാലേ അവന് ജയിക്കാൻ പറ്റൂ. ഇനിയെങ്കിലും ചേട്ടനൊന്ന് മനസ്സിലാക്ക്. അനിയൻ പറഞ്ഞപ്പോ രാധാകൃഷ്ണനും അത് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറച്ചു നാളുകൾ കൂടി കടന്നുപോയി. പഠനത്തിന്റെ പേരിൽ കൂട്ടുകാരിൽ നിന്ന് അകറ്റി നിർത്തി വിഷ്ണു എപ്പോഴും വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അന്നൊരു ദിവസം ജോലി കഴിഞ്ഞു വന്ന രാധാകൃഷ്ണൻ അവന്റെ കൂട്ടുകാരൻ വിവേക് ബൈക്കിൽ നിന്ന് വീണ് ആശുപത്രിയിലാണെന്നും വേണമെങ്കിൽ അവനോടൊന്ന് പോയി കണ്ടോളാൻ പറഞ്ഞോളാനും രാധികയോട് പറഞ്ഞു. വിവേകിനെ കാണുവാൻ വിഷ്ണു അങ്ങനെ ആശുപത്രിയിലെത്തി. ആ സമയമായിരുന്നു അങ്ങോട്ടേക്ക് മറ്റു കൂട്ടുകാരും എത്തുന്നത്. അവരെല്ലാവരും നാളുകൾക്ക് ശേഷം വിഷ്ണുവിനെ നേരിൽ കാണുകയായിരുന്നു. ആദ്യത്തെ ഒരു പരിങ്ങിയുള്ള നിൽപ്പിനും എല്ലാത്തിനും ഒടുവിൽ അവർക്കുള്ളിലേക്ക് വീണ്ടും ആ സന്തോഷം തിരികെ വരാൻ തുടങ്ങി. വർഷങ്ങൾ മുന്നിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നു. കോഴ്സ് കഴിഞ്ഞ് വിശ്വം പാസ്സായി. ഇൻഫോസിസിൽ അവന് പ്ലേസ്മെന്റും ലഭിച്ചു. വൈകാതെ പുതിയ ജോലിക്കായി അവൻ കാനഡയിലേക്കും പോയി. മറുവശത്ത് അപ്പോഴും കൂട്ടുകാരുടെ സംഘം സപ്ലികളുമായി അവരുടെ സന്തോഷത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അധികം വൈകാതെ വിശ്വത്തിന്റെയും ഡെയ്സിയുടെയും വിവാഹവും നടന്നു. ഒരു കൊല്ലത്തിനപ്പുറം അവർക്കൊരു കുട്ടിയും പിറന്നു. അപ്പോഴും കൂട്ടുകാരുടെ സംഘമാകട്ടെ വേറെ ലക്ഷ്യങ്ങളോ ലക്ഷ്യബോധങ്ങളോ ഇല്ലാതെ സപ്ലിയുമായി കൂട്ടുകൂടി ചുറ്റിത്തിരിയുക മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്ത് വേറെ ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവരായി അവർ മാറി. പക്ഷേ എത്ര കാലം ഇങ്ങനെ മുമ്പോട്ടു പോകും? ചോദ്യശരങ്ങളും പ്രതിസന്ധികളും അവരെ തേടിയെത്തിയിരുന്നു. ഒരു ദിവസം രാത്രിയിൽ കൂടിയിരുന്ന് സംസാരിക്കുമ്പോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പണിപാളും എന്ന രീതിയിലേക്ക് അവരേവരും എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബിസിനസിനെ പറ്റി ആലോചിക്കണം എന്നവർ തീരുമാനിച്ചു. അജോയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ നന്നാവാൻ തീരുമാനിച്ചു. പക്ഷെ അവർ നന്നായപ്പോൾ നന്നായത് അവർ മാത്രമായിരുന്നില്ല. ആ ഇടയ്ക്കാണ് അജോയുടെ ഒരു ബന്ധുവിന്റെ കല്യാണം വന്നത്. അജോ അതിനെത്തുവാൻ അല്പം വൈകിയിരുന്നു. അജോ വൈകി വന്നത് കണ്ടതും കൊച്ചച്ഛൻ ചേട്ടായുടെ എഞ്ചിനീയർ മോൻ വന്നല്ലോ എന്ന തരത്തിൽ പുച്ഛിച്ച് കളിയാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. തോമാച്ചൻ അല്പം തലതാത്തി നിന്നു. അജോ ദുഃഖം തോന്നിയെങ്കിലും ദേഷ്യം വന്നെങ്കിലും അപ്പോഴൊന്നും പറഞ്ഞതുമില്ല. ഇതേ സമയം മറുവശത്ത് മൂസയുടെ വീട്ടിലേക്ക് കുടുംബാംഗങ്ങളൊക്കെ എത്തിച്ചേർന്നിരുന്നു. മൂസയുടെ വാപ്പ വെല്ലുപ്പിയോട് സംസാരിച്ചു. അവരുടെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ ഇവന് കൃഷി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വാപ്പ അതിന് അനുവദിക്കുമോ? സഹോദരങ്ങൾ അതിന് സഹായിക്കുമോ? സമ്മതിക്കുമോ എന്ന തരത്തിൽ മൂസയുടെ വാപ്പ തിരക്കി. എന്ത് കൃഷിയാണെന്ന് ചോദിച്ചപ്പോ വാഴ കൃഷിയാണെന്ന് പറഞ്ഞതും അവനും കൂട്ടുകാരും കൂടിയാണെന്ന് പറഞ്ഞതും സഹോദരങ്ങൾ മൂസയെയും മൂസയുടെ വാപ്പയെയും കളിയാക്കാൻ തുടങ്ങി. ഇതൊക്കെ കേട്ടും കണ്ടും ബിരിയാണിയും തിന്നും അതുവരേക്കും ഒരു അഭിപ്രായവും പറയാതെ മൂസയുടെ വെല്ലുപ്പിയിരിക്കുകയായിരുന്നു. ഇതേ സമയം തന്നെ മറുവശത്ത് വിവേകിനു വേണ്ടി ബിസിനസിനു വേണ്ടി ലോൺ എടുക്കാൻ അവന്റെ അച്ഛൻ അവരെയും കൂട്ടി ബാങ്കിൽ പോയിരിക്കുകയാണ്. നന്നായിട്ട് പഠിച്ചിരുന്ന് ഇതിന്റെ വല്ലതും ആവശ്യം ഉണ്ടാവുമായിരുന്നോ എന്നച്ഛൻ വിവേകിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ലോൺ എടുത്തു കൊടുക്കാൻ വിവേകിന്റെ അച്ഛൻ ഒരുക്കമായി.
സമയമായിരുന്നു. പക്ഷേ വിവേകിന്റെ അച്ഛന് സിബിൽ സ്കോർ ഇല്ലെന്ന് പറഞ്ഞ് ലോൺ നിഷേധിക്കപ്പെട്ടു. ഈ സമയമായിരുന്നു വിഷ്ണു അച്ഛനൊപ്പം ഒരു ഇന്റർവ്യൂവിന് പോയിരുന്നത്. മായ റഫർ ചെയ്തിട്ട് കിട്ടിയ ഇന്റർവ്യൂ ആയിരുന്നു അത്. കിട്ടുമെന്ന പ്രതീക്ഷ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. മായയോട് ആ പ്രതീക്ഷ രാധാകൃഷ്ണൻ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ വിഷ്ണുവിന് സാധിച്ചില്ല. ഇന്റർവ്യൂ ബോർഡിൽ ഒരാൾ പുറത്തേക്ക് വന്ന് മായയോട് പറഞ്ഞു, ആ മണ്ടൻ ഒന്നും അറിയില്ല, ഇങ്ങനെയുള്ളവരെ റഫർ ചെയ്താ തനിക്കാ പണി കിട്ടുന്നേ. അയാളത് പറഞ്ഞത് പുറത്തിരുന്ന് രാധാകൃഷ്ണൻ കേട്ടിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന വിഷ്ണുവും നല്ല പാടായിരുന്നു, കിട്ടില്ലെന്ന് പറഞ്ഞു, നമുക്ക് വേറെ നോക്കാം എന്നായിരുന്നു മായ മറുപടി പറഞ്ഞത്. രാധാകൃഷ്ണൻ ഏറെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഈ സമയം തന്നെയായിരുന്നു വിശ്വത്തിന്റെ ജീവിതത്തിലും ചിലത് സംഭവിക്കുന്നത്. വിശ്വവും ഡെയ്സിയും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. വിശ്വവും ഡെയ്സിയും തന്നെ ചേർന്ന് പാരന്റ്സിനെ വിവരമറിയിച്ചു. ഡെയ്സിയുടെ പാരന്റ്സ് ക്ഷുഭിതരായിരുന്നു. തങ്ങളുടെ മ്യൂച്വൽ ഡിസിഷനാണ് ഡിവോഴ്സ് എന്നവർ പറഞ്ഞിട്ടും തങ്ങളുടെ അഭിമാനവും മറ്റുമോർത്ത് അതൊന്നും പറ്റില്ല, നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ, കൊച്ചിന്റെ കാര്യം നോക്കണ്ടേ, കൊച്ചിനെ എന്തു ചെയ്യും എന്നൊക്കെ അവർ ചോദ്യം ചെയ്തു. കൊച്ചിന്റെ കാര്യത്തിലാ എന്താ ചെയ്യേണ്ടെന്ന് അറിയാത്തത് എന്നായിരുന്നു വിശ്വം പറഞ്ഞത്. ഡെയ്സിയുടെ പാരന്റ്സ് വിശ്വത്തെ കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കെ വിശ്വത്തിന്റെ അച്ഛൻ മാത്രം ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞതും വിശ്വം തന്റെ മുറിയിലേക്ക് പോയി. വിശ്വത്തിന്റെ അച്ഛൻ പറഞ്ഞു, ഡിവോഴ്സ് അവർ ഒന്നിച്ചെടുത്ത തീരുമാനമല്ലേ, അതെങ്ങനെ മോശമാണെന്ന് നമ്മൾ പറയാ. പണ്ടത്തെ പോലെ എത്ര വഴക്കാണേലും ഒരുമിച്ചൊരു വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാന്നൊക്കെ പറയുന്നത് അതിലും ഭേദം പിരിയുന്നത് തന്നെയാ. നമുക്ക് നാണക്കേടാണെന്ന് കരുതി അവർ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഡെയ്സിയുടെ അച്ഛൻ ചോദിച്ചു, അപ്പൊ നിങ്ങളും അവരെ ന്യായീകരിക്കുവാണോ? വിശ്വത്തിന്റെ അമ്മയുടെയും ചോദ്യം വന്നു. അവൻ ആ കുഞ്ഞിന്റെ കാര്യമെങ്കിലും ആലോചിച്ചൂടെ? അതിന് അവനെ നമ്മൾ നോക്കിയിട്ടുണ്ടോ? സ്വന്തമായിട്ട് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ അവനെ അനുവദിച്ചിട്ടുണ്ടോ? എന്തു പഠിക്കണം, എവിടെ പഠിക്കണമെന്നൊക്കെ തീരുമാനിച്ചത് നമ്മളായിരുന്നു. നമ്മൾ പറഞ്ഞതൊക്കെയും അവൻ അനുസരിച്ചു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നമ്മുടെ ജോലിയുടെ പേരില് നമ്മൾ രണ്ടിടത്തായി. ബന്ധുവീടുകളിലൊക്കെ നിന്ന അവൻ പഠിച്ചത്. കോളേജിലെത്തിയപ്പോ ഹോസ്റ്റലിലും. വെക്കേഷൻ സമയത്ത് 1-2 തവണ വന്നു, കണ്ടാ കണ്ടു. ജോലി കിട്ടിയത് ബാംഗ്ലൂരില്, ഇപ്പൊ കാനഡയില്. അവൻ എങ്ങനെ നമ്മളോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാനാ? നമ്മൾ കൊടുത്തതല്ലേ തിരിച്ചു കിട്ടുള്ളൂ. ആ അച്ഛന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ഡെയ്സി കുഞ്ഞുമായി ഇറങ്ങി വന്നു. വിശ്വത്തിന്റെ അച്ഛൻ തുടർന്നു പറഞ്ഞു, ഇനി അവര് അവരുടെ തീരുമാനവുമായി മുമ്പോട്ട് പോകട്ടെ, നമ്മളതിൽ ഇടപെടണ്ട. അപ്പോ ഈ കുഞ്ഞിന്റെ കാര്യോ? വിശ്വത്തിന്റെ അമ്മ ചോദിച്ചു. ഇതേ സമയം മറുവശത്ത് കലാമിന്റെ വീട്ടിലും പ്രശ്നം അരങ്ങേറുകയായിരുന്നു. വീട് വിറ്റ് മകളെ കെട്ടിക്കണമെന്നും കലാമിനെ ഗൾഫിലേക്ക് വിടണമെന്നും വന്നെത്തിയ തന്റെ ആങ്ങളയോട് കലാമിന്റെ ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. കലാമിന്റെ അമ്മാവനാണെങ്കിൽ സൗന്ദര്യം കുറഞ്ഞ കലാമിന്റെ പെങ്ങക്ക് ചെക്കനെ കിട്ടാൻ പാടാവുമെന്നും സ്ത്രീധനം കുറെ വേണം എന്നുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും കലാമിന്റെ പെങ്ങക്കും വാപ്പയ്ക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെ ബാധ്യതകളൊക്കെ അവരിങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സഹികെട്ട് കലാം തന്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ടുവന്ന് അവർക്ക് മുമ്പിലേക്ക് വെച്ചു. നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോ എന്ന് പറഞ്ഞു. കല്യാണ ഹാളിന് മുമ്പിൽ അജോ നിൽക്കുമ്പോഴായിരുന്നു ചെക്കനും പെണ്ണും ബന്ധുക്കളും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. വധുവായിട്ടുണ്ടായിരുന്നത് കോളേജിലെ റീത്ത മാർട്ടിൻ ആയിരുന്നു. റീത്തയെ കണ്ടതും അജോ ഹലോ പറഞ്ഞു. നിങ്ങൾ പരിചയമുണ്ടായിരുന്നോ എന്ന് ബന്ധുക്കളുടെ ചോദ്യം വന്നതും ഞങ്ങൾ ഒന്നിച്ചാ പഠിച്ചത് എന്ന അജോയുടെ മറുപടിയും വന്നു. അതോടെ അവർ, ആ മോള് പഠിച്ച എഞ്ചിനീയർ ആയിട്ട് കുറെ കാലമായി, നീ ഇപ്പോഴും സപ്ലി അടിച്ച് നടക്കുവല്ലേ എന്ന് മട്ടിൽ അജോയെ അപമാനിച്ചു. ഇത് കണ്ടു നിൽക്കുകയായിരുന്ന തോമാച്ചൻ നല്ലൊരു ദിവസമായിട്ട് ചേട്ടായി അകത്തേക്ക് പോയേ എന്ന് പറഞ്ഞ് അവരെ ഹാളിനകത്തേക്ക് പറഞ്ഞുവിടാൻ നോക്കി. ചേട്ടായി തോമാച്ചനോട് പറഞ്ഞു, ഇതാ നിന്റെ കുഴപ്പം, പറയാനുള്ള കാര്യങ്ങൾ അപ്പപ്പ പറഞ്ഞോണം. എത്ര ആൾക്കാർ കൂടി നിന്നാലും കുഴപ്പമില്ല, ഇങ്ങനൊക്കെ മാനം കെടുത്തിയാലേ ഇവനെ പോലുള്ളവന്മാര് നന്നാവുള്ളൂ. അജോക്ക് ദേഷ്യവും നാണക്കേടും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. തോമാച്ചനും ചേട്ടായി പിന്നെയും പറഞ്ഞു, അവനെ പറഞ്ഞിട്ടെന്താ കാര്യം, അവനെ വളർത്തി വഷളാക്കിയത് നീയല്ലേ. ചേട്ടായി അത് പറഞ്ഞപ്പോ തോമാച്ചന്റെ അനിയൻ അത് കേട്ട് ചിരിക്കുകയും ചെയ്തു. ദേഷ്യം വന്ന അജോ പറഞ്ഞു, വല്യപ്പച്ചന്റെ മോന്റെ കാര്യം മാത്രം നോക്കിയാ മതി, തർക്കുത്തരം പറയുന്നോ? വല്യപ്പച്ചൻ അവനോടത് ചോദിച്ചതും അജോ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, ഇങ്ങോട്ട് മര്യാദ കാണിച്ചാലേ അങ്ങോട്ടും അത് കാണിക്കാൻ പറ്റൂ. ഇത് കണ്ടു നിൽക്കുകയായിരുന്ന തോമാച്ചന്റെ അനിയൻ അജോയുടെ മുഖത്തടിച്ചു. സോറി പറയടാ, നിന്റെ അപ്പം പോലും ചേട്ടായോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, സോറി പറയടാ എന്ന് പറഞ്ഞ് കൊച്ചച്ഛൻ അജോയോട് ദേഷ്യപ്പെട്ടു. തോമാച്ചൻ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയായിരുന്നു. കണ്ണു നിറഞ്ഞ് അപമാനത്തിലും വേദനയിലും തലതാഴ്ത്തി അജോ വല്യപ്പച്ചനോട് സോറി പറഞ്ഞു. ദുഃഖവും ദേഷ്യവും തോന്നിയെങ്കിലും തോമാച്ചനും തല താഴ്ത്തി മാത്രമേ നിന്നുള്ളൂ. പിന്നീട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴും തോമാച്ചന്റെ അനിയൻ മറ്റുള്ളവരോട് അജോയെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപമാനിതനായി അജോ ഇരിക്കുന്നുമുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്ന തോമാച്ചൻ ഇത് കണ്ടുകൊണ്ടാണ് വന്നത്. ദേഷ്യം സഹിച്ചു പിടിച്ചിരുന്ന തോമാച്ചന് നിയന്ത്രണം വിട്ടു. മുമ്പോട്ടേക്ക് കടന്നു ചെന്ന തോമാച്ചൻ അനിയനെ വിളിച്ച് അനിയന്റെ മുഖത്തടിച്ചു. നീ ആരാടാ എന്റെ മോന്റെ മുഖത്തടിക്കാൻ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു കേട്ടില്ലേ ചേട്ടായി എന്നനിയൻ ചോദിച്ചതും തോമാച്ചൻ പറഞ്ഞു, അവൻ പറഞ്ഞാൽ എന്താണ് തെറ്റ്, അവനവന്റെ കാര്യം നോക്കിയാ പോരെ. ഇനി അങ്ങനല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തോരം തല്ലണമാർന്നടാ. നിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച പപ്പ നേരത്തെ അങ്ങ് പോയത്. എന്റെ മകനെ തല്ലാൻ നിനക്ക് എന്ത് യോഗ്യത
കരുതിയാടോ ഉള്ള. എന്നിട്ട് അപ്പന്റെ കടമുറി ഞാൻ നിനക്ക് തന്നേം കൊണ്ടാ നീ ഇപ്പൊ ജീവിക്കുന്നേ. എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കുന്നു. അത് കണ്ട് അങ്ങോട്ടേക്ക് ചേട്ടായി ഓടിയെത്തി. ചേട്ടായി തോമാച്ചനോട് പറഞ്ഞു, എടാ എന്തോന്നാടാ, നല്ലൊരു ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ആണോ പറയേണ്ട കാര്യം? എവിടെ വെച്ചാണേലും ആരുടെ മുഖത്ത് നോക്കിയാണേലും പറയണം. കുറച്ചു മുമ്പ് നിങ്ങൾ അതല്ലേ പറഞ്ഞേ? അതുകൊണ്ട് ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ. നാലാളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണം കെടുള്ളൂ. തോമാച്ചന്റെ വാക്കിൽ നാണം കെട്ട് അനിയൻ നിൽക്കുന്നുണ്ടായിരുന്നു. ചേട്ടായി ഉടൻ കത്തിക്കയറി പറഞ്ഞു, ജോലിയും കൂലിയില്ലാണ്ട് തെണ്ടി നടക്കുന്ന ഇവന് വേണ്ടി വക്കാലത്ത് പറയാൻ നിനക്ക് നാണമില്ലടാ. തോമാച്ചൻ ചേട്ടായിയുടെ മേത്തേക്ക് കയറാൻ ചെന്നെങ്കിലും അജോ പപ്പയെ തടഞ്ഞു. ഒരു നിമിഷം നിന്ന് തോമാച്ചൻ മകനോട് മകന്റെ വയസ്സെത്രയെന്ന് ചോദിച്ചു. 26 അവൻ മടിച്ചു പറഞ്ഞു. പുച്ഛത്തോടെ ചേട്ടായി ചിരിച്ചു. തോമാച്ചൻ ചേട്ടായിക്ക് നേരെ തിരിഞ്ഞു ചോദിച്ചു, ഇവന്റെ ഈ പ്രായത്തില് നിങ്ങൾ എന്നാ ചെയ്തിരുന്നു? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നാണക്കേടിന്റെ കാര്യം, അയൽ വീട്ടിലെ പെണ്ണിന്റെ കോഴിക്കൂടിന്റെ ഉള്ളിൽ നിന്ന് നാട്ടുകാർ നിങ്ങളെ പിടിച്ചു കിട്ടിയപ്പോ നമ്മുടെ അപ്പൻ അനുഭവിച്ച നാണക്കേടിന്റെ 1000-1 ഇവൻ കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല. പിന്നെ ഒരാൾ ഉപദേശിക്കാൻ പോകുമ്പോ ആദ്യം താൻ ആളായോ എന്ന് ആദ്യമേ നോക്കണം, എന്നിട്ട് ഉപദേശിക്കാൻ വരണം. എന്റെ മോൻ എങ്ങനെ ജീവിക്കണമെന്ന് അവനറിയാം. അവനാരുടെ ഉപദേശമൊന്നും വേണ്ട. ചേട്ടായുടെയും അനിയന്റെയും അടക്കം ഏവരുടെയും വായടഞ്ഞു പോയിരുന്നു. അന്ന് വേദിയിൽ ഫോട്ടോ എടുക്കാൻ കയറിയപ്പോൾ അകന്നു നിന്ന് തന്റെ മകനെ തോമാച്ചൻ എന്ന അച്ഛൻ തന്നോട് ചേർത്തു പിടിച്ചു. മറുവശത്തപ്പോഴും മൂസയെ അപമാനിച്ച് സഹോദരങ്ങൾ സംസാരിക്കാൻ തുടരുകയാണ്. പക്ഷെ മൂസയെ സപ്പോർട്ട് ചെയ്ത് അവന്റെ വാപ്പ കൂടെ നിന്നു. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ വാഴ എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്തൊരു വസ്തുവാണെന്ന്. അതും നമ്മുടെ തെങ്ങോല തന്നെ അടിമുടി ഫലമുള്ളതാ. പുള്ളേരുടെ ബിസിനസ് ഐഡിയ കേട്ട നിങ്ങളൊക്കെ നെട്ടും. ഇവിടെ ധരിക്കുന്ന ഈ സാരി വരെ വാഴനാര് കൊണ്ടുണ്ടാക്കിയതാ. 2 വലിയ കമ്പനികളുമായി അവരിപ്പോ തന്നെ കോൺട്രാക്റ്റിലെത്തിയിട്ടുണ്ട്. ഇതിലൊരു തീരുമാനം പറയേണ്ടത് ഉപ്പയാണ്. മൂസ മകനെ സപ്പോർട്ട് ചെയ്ത് പൂർണ്ണമായി കൂടെ നിന്നതും മൂസയുടെ സഹോദരങ്ങൾ പുച്ഛിച്ചെങ്കിലും ഉപ്പ മൂസയ്ക്ക് വാഴ വെക്കാൻ അനുവാദം കൊടുത്തു. നീ ഒന്ന് വെച്ചു നോക്കെന്നും പറഞ്ഞു. മൂസ ഏറെ സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു അത്. ഇതേ സമയം കലാമിന്റെ വീട്ടിൽ കലാമിനെ ദുബായിലേക്ക് അയക്കുവാൻ വേണ്ടി കലാമിന്റെ ഉമ്മയും കലാമിന്റെ അമ്മാവനും ചേർന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഒക്കെ കണ്ടുകൊണ്ടിരുന്ന വാപ്പ അതിലിടപെട്ടു. അതെ, പണ്ടും ഇതേപോലെ എന്റെ വാപ്പാന്റെ വീട് വിറ്റിട്ടാ ദുബായിക്ക് കയറിപ്പോയത്. 10-30 വർഷം പുള്ളി അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമ്മളെ വളർത്തിയതും പഠിപ്പിച്ചതും വീട് വെച്ചതുമൊക്കെ. ആ വീട് വിറ്റിട്ടാണ് ഞാൻ ഗൾഫിൽ പോയത്. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ഈ വീട് വെച്ചത്. ഇനി ഇത് വിറ്റ് ഇവനെ ഗൾഫിൽ പറഞ്ഞയക്കണോ? വേറെ വീട് വെക്കാൻ അവൻ പിന്നെ അവിടെ കിടന്ന് കഷ്ടപ്പെടണോ? എന്താടാ ഇത്? വീട് വെക്കാനും കല്യാണം നടത്താനും വേണ്ടിയാണോ എല്ലാരും ഗൾഫിൽ പോകുന്നേ? കലാമിനെ നോക്കിക്കൊണ്ട് വാപ്പ തറപ്പിച്ചു പറഞ്ഞു, നീ എവിടെയും പോവണ്ട. നിനക്കുള്ള ജോലി ഞാൻ ശരിയാക്കി തരും. 10-20 വർഷം വീട്ടുകാരെയും കൂട്ടുകാരെയും ഒന്നും കാണാതെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട കാര്യം എനിക്കറിയാം. അപ്പൊ പെണ്ണിന്റെ കാര്യോ? അളിയൻ ചോദിച്ചു. വാപ്പ പറഞ്ഞു, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. സമയമാവുമ്പോ നീ അതിൽ കൂടുതൽ ഇടപെടൊന്നും വേണ്ട. അതോടെ അളിയന്റെയും വായടഞ്ഞിരുന്നു. മറുവശത്ത് ഇന്റർവ്യൂ കഴിഞ്ഞെടുത്തു നിന്ന് ദുഃഖത്തോടെ രാധാകൃഷ്ണനും വിഷ്ണുവും പുറത്തേക്ക് വരികയാണ്. രാധാകൃഷ്ണൻ മകനോട് സംസാരിച്ചു. പഠിക്കാൻ നിന്നേക്കാ മോശക്കാരനായിരുന്നു ഞാൻ. എന്റെ കഴിവുകൊണ്ടൊന്നുമല്ല എനിക്ക് ജോലി കിട്ടിയത്. എന്റെ അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചതുകൊണ്ടാ. ഇനിയിപ്പോ ഞാനും സർവീസിലിരുന്ന് മരിച്ച നിനക്കൊരു ജോലിയാകും. അച്ഛ, അങ്ങനൊന്നും പറയല്ലേ അച്ഛ, വിഷ്ണു വിതുമ്പലോടെ പറഞ്ഞു. രാധാകൃഷ്ണന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ശ്രമിച്ചോളാം അച്ഛ, ഞാൻ നന്നായി ശ്രമിച്ച് എങ്ങനെയും നല്ലൊരു ജോലി മേടിച്ചോളാം. ഇതേ സമയം ബാങ്ക് ലോൺ കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ച് വിവേക് ദുഃഖിതനായിരുന്നു. പക്ഷേ ലോക്കറിൽ നിന്നും സ്വർണമെടുത്ത് അവന്റെ അച്ഛൻ അവനെടുത്തു വന്നു. നിന്റെ അമ്മയുടെ സ്വർണമാ ഇവിടെ ലോക്കറിൽ ഉണ്ടായിരുന്നത്. ഞാനതങ്ങെടുത്തു. എന്തൊക്കെ വന്നാലും അവളുടെ ഓർമ്മയ്ക്ക് നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു വെച്ചതാ. നീ ഇത് പണയം വെച്ചോ, കാര്യങ്ങൾ നടക്കട്ടെ. അത് വേണോ അച്ഛ? വിവേക് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, കുഴപ്പമില്ലടാ, എനിക്ക് മനസ്സിലാവും. നിന്റെ അമ്മയ്ക്കും നിനക്കത് ഓർമ്മയുണ്ടായിരുന്നാ മതി. അത് പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വിവേകിന്റെയും ദുഃഖിച്ച് മുറിയിലിരിക്കുകയായിരുന്ന വിശ്വത്തിന്റെ മുറിയിലേക്ക് അവന്റെ അച്ഛൻ കയറി ചെന്നു. കുട്ടിയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. പുഞ്ചിരിയോടെ അദ്ദേഹം മകനോട് പറഞ്ഞു, മോൻ വിഷമിക്കണ്ട മോനെ, ഞങ്ങൾ നോക്കിക്കോളാം. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? ആ എന്ന് വിശ്വം പതിയെ മറുപടി പറഞ്ഞു. വിശ്വത്തിന്റെ അച്ഛൻ തുടർന്നു, എല്ലാ പാരന്റ്സിന്റെയും ആഗ്രഹമാണ് അവസാന കാലത്ത് മക്കളെ കണ്ട് മരിക്കണമെന്ന്. പക്ഷേ ഈ കാനഡയിലും അമേരിക്കയിലും ഒക്കെയുള്ള മക്കൾ എത്തുമ്പോഴേക്കും പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ മുറിഞ്ഞ് കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും, അതാ എനിക്ക് വിഷമം, അദ്ദേഹം പറഞ്ഞു പൂർത്തീകരിച്ചു. വിശ്വവും കരയുന്നുണ്ടായിരുന്നു. വിശ്വം തന്റെ അച്ഛനടുത്തേക്ക് ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ വിശ്വത്തെ ചേർത്ത് പിടിച്ചിരുന്നു. അന്ന് ഓരോ അച്ഛന്മാരും അവരുടെ മക്കളെ അവരവരായി അംഗീകരിക്കുകയായിരുന്നു. ഇവിടെയും അവരെ തോറ്റു
ഏറ്റുകൊടുക്കാൻ വിടാതിരിക്കുകയായിരുന്നു. വീട്ടിലേക്കുള്ള മടക്കത്തിൽ തന്റെ മകനെയോർത്ത് രാധാകൃഷ്ണനും കരഞ്ഞിരുന്നു. വിഷ്ണു തന്റെ അച്ഛനെ ചേർത്തു പിടിച്ചു. കഥ പറയുകയായിരുന്ന അജു തുടർന്നു പറഞ്ഞു, ഒരാള് ഹീറോ ആകുന്നത് പ്രേമിച്ച പെണ്ണിനെ കെട്ടുമ്പോഴോ പഠിച്ച എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആവുമ്പോഴോ ഒന്നുമല്ല. അത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ നിങ്ങളായിട്ട് അംഗീകരിക്കുമ്പോഴാണ്. കുട്ടികൾ സാഗൂതം അത് മുഴുവൻ കേട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ അച്ഛന്റെ കാറ് വന്ന് ഹോൺ മുഴങ്ങി. അവർ ഓടി അച്ഛന്റെ കാറിലേക്ക് കയറി. ആ കാറിൽ ഉണ്ടായിരുന്നതാകട്ടെ പഴയ ഇൻസ്പെക്ടർ ആയിരുന്നു. സാധാരണ അച്ഛന്മാരുടെ ചടുല സ്വഭാവം ഇൻസ്പെക്ടറും മക്കളോട് കാണിക്കാൻ തുടങ്ങി. എത്ര നേരായി ഹോണടിക്കുന്നു, എന്തെടുക്കുമായിരുന്നടാ? അതുണ്ടല്ലോ അച്ഛ, ആ ചേട്ടൻ കഥ പറഞ്ഞാരുമായിരുന്നു. എന്ത് കഥ? ആരെന്തു പറഞ്ഞാലും നമ്മൾ നമ്മുടെ ആഗ്രഹം പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ജീവിതം പരാജയമാവും. പിന്നാലെ ആ കുട്ടികൾ തങ്ങൾക്ക് എന്താവണമെന്ന സ്വപ്നങ്ങൾ പറഞ്ഞു. പക്ഷേ ഇൻസ്പെക്ടറിന് അത് സമ്മതമായിരുന്നില്ല. നിങ്ങൾ അതൊന്നും ആവണ്ട, മര്യാദക്ക് പഠിച്ച് IPS എടുക്കാൻ നോക്ക് എന്നായിരുന്നു ഇൻസ്പെക്ടർ പറഞ്ഞത്. മക്കളുടെ വാശിയും ഒക്കെ കണ്ട് ഇവന്മാരെയൊക്കെ ഉണ്ടാക്കിയ നേരത്ത് എന്നും ഇൻസ്പെക്ടർ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഈ സമയം നമ്മുടെ കൂട്ടുകാരുടെ സംഘമാകട്ടെ കുലയ്ക്കാൻ നിൽക്കുന്ന തങ്ങളുടെ വാഴത്തോപ്പ് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു. എല്ലാ പ്ലാനും വർക്കൗട്ടാവും എന്നൊക്കെ ശുഭപ്രതീക്ഷയോടെ അവരെന്ന് സംസാരിച്ചു. മൺസൂണല്ലേ വരുന്നേ, മഴ ചതിക്കോ? തന്റെ ആശങ്ക കലാം ചോദിച്ചു. ഏയ്, ഒരു പ്രശ്നമില്ല, ഇത്തവണ മഴ പെയ്യൂല എന്ന് ജ്യോതിഷ പ്രവചനം കണ്ട് മൂസ പറഞ്ഞു. അവരും ആ ജ്യോതിഷ പ്രവചനം നോക്കി. ഇത്തവണ മഴയുണ്ടാവില്ല, കൊടും വരൾച്ചയുടെ കാലമാണ് എന്നൊക്കെയായിരുന്നു ജ്യോതിഷി പറഞ്ഞത്. പക്ഷേ വൈകാതെ തന്നെ മഴക്കാലം തുടങ്ങി. പ്രളയവും സംഭവിച്ചു. നദിക്കടുത്തുണ്ടായിരുന്ന അവരുടെ വാഴത്തോട്ടം പ്രളയം കയറി നശിച്ചുപോയി. വീണ്ടും പരാജയം. വിവരമറിഞ്ഞ ഹാഷിറും കൂട്ടുകാരും അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നു. കൂട്ടത്തിലൊരുത്തൻ അവരെ വിളിച്ച് ആശ്വസിപ്പിച്ചാലോ എന്ന് ചോദിച്ചപ്പോ ഹാഷിർ പറഞ്ഞു, എങ്കിൽ നീ പോയി ഒരു ബക്കറ്റ് മേടിച്ചുകൊണ്ട് വാ, വെള്ളം കോരിക്കളഞ്ഞ് അവരെ നമുക്കങ്ങ് ആശ്വസിപ്പിക്കാം. പക്ഷേ ഹാഷിർ പറഞ്ഞത് സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്ന തരത്തിലേക്കായിരുന്നു. പിന്നാലെ അവർക്ക് രക്ഷപ്പെടുവാൻ വിദേശത്ത് പോയാലോ എന്നൊരാലോചനയും ഹാഷിർ മുമ്പോട്ടേക്ക് വെക്കുന്നുണ്ട്. കൂട്ടുകാരൊക്കെ താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോഴേക്കും പഴംപൊരിയും വന്നു. പഴംപൊരി എടുക്കാൻ പോയപ്പോഴാണ് ആരുടെയും പക്കൽ പണമില്ല എന്ന കാര്യം അവർ തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും ഒരു കൂട്ടുകാരൻ ഏത്തക്കൊലയിൽ നിന്ന് പഴം പറിച്ച് പാതി തിന്നിരുന്നു. പണി പാളുമെന്ന് കണ്ടതോടെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന ചായക്കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങിയോടി. വാഴ 2 തുടക്കം കുറിച്ചുകൊണ്ട് വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ചലച്ചിത്രം ആ ദൃശ്യത്തിൽ അവസാനിക്കുകയാണ്. രസകരമായ വാഴ എന്ന ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.